വിവാദങ്ങളോടൊപ്പം അഥവാ വിവാദങ്ങൾ പിന്തുടരുന്ന ഒരു പൊതുജീവിതം. അഭിപ്രായങ്ങൾ യാതൊരു കൂസലുമില്ലാതെ ആരുടെ മുഖത്ത് നോക്കിയും പറയുന്ന ഒരു ഒറ്റയാൻ. കേരള രാഷ്ട്രീയത്തിൽ ഇദ്ദേഹം നയിച്ചത് എത്രയെത്ര പടകൾ, എത്രയെത്ര സമരങ്ങൾ. ഇനിയും ഒരു മുഖവരിയില്ലാതെ തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്മൃതി മുദ്രകളുടെ ഇന്നത്തെ അതിഥി മറ്റാരുമല്ല, പ്ലാന്തോട്ടത്തിൽ ചാക്കോ ജോർജ് എന്ന നമ്മുടെ സ്വന്തം ശ്രീ PC ജോർജ്. സർ നമസ്കാരം. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സാറിൻ്റെ പഴയ കാലഘട്ടം ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പരിപാടിയാണ് സർ. അപ്പോൾ നമുക്ക് ബാല്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അതിനു മുമ്പ് ഒരുപാട് ഇൻ്റർവ്യൂസിൽ ഞാൻ കേട്ടിട്ടുണ്ട് സാർ പറയുന്നത്, ഞാനൊരു നാട്ടിൻപുറത്തുകാരനാണെന്നേ, അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് ആ നാട്ടിൻപുറം ഭാഷയാണെന്നേ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ ബാല്യം എന്ന് പറയുന്നത് നാട്ടിൻപുറത്തു നിന്നാണ് വന്നു തുടങ്ങിയത്. അതെ അതെ അതെ. അപ്പോൾ ഒന്ന് ബാല്യത്തെക്കുറിച്ച് പറയണം സാർ, എങ്ങനെയുള്ള ബാല്യമായിരുന്നു? സമൃദ്ധി നിറഞ്ഞ ബാല്യകാലമാണ്. കാരണം പ്ലാത്തോട്ടത്തിൽ ചാക്കോച്ചൻ്റെ മകനാണ് ഞാൻ. മറിയാമ്മ പുറപ്പന്താനം എൻ്റെ അമ്മ. അരുവിത്ര, ഈരാറ്റുപേട്ട പഞ്ചായത്തിലെ അരുവിത്ര എന്ന് പറയുന്ന ആ പള്ളിയുടെ കീഴിലുള്ള ഇടവിലാണ് ജനിച്ചത്. അപ്പോൾ ആ ജന്മം മുതൽ തന്നെ ഒരു നല്ല സാമ്പത്തിക നിലയുണ്ടായിരുന്നു. ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടില്ലാത്ത ജീവിതമായിരുന്നു. അതുകൊണ്ട് ക്ലേശങ്ങൾ അറിഞ്ഞിട്ടില്ല. എത്ര ബ്രദേഴ്സായിരുന്നു സാർ? എത്ര ബ്രദേഴ്സ്? ഞങ്ങൾ 4 ആണുങ്ങളും 5 പെൺകുട്ടികളുമായിരുന്നു. സാറ് എത്രാമത്തെ? ഞാൻ രണ്ടാമത്തെ. മൂന്നാമത്തെ. ആണുങ്ങൾ രണ്ടാമത്തെ. എങ്ങനെയായിരുന്നു സാർ അന്നത്തെ ഒരു സ്വഭാവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു സ്വഭാവം വളരെ ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, നല്ല സുഖജീവിതമല്ല. അപ്പോൾ പ്രത്യേകിച്ചൊരു ഒന്നുമില്ല. പിന്നെ ഒരു പ്രത്യേകമുള്ള ഈരാറ്റുപേട്ട പഞ്ചായത്ത് എന്ന് പറയും. ഈരാറ്റുപേട്ട പഞ്ചായത്ത് ഇപ്പോഴാണെങ്കിൽ 38,000 പോപ്പുലേഷനാണ്. അതിനകത്ത് 36,500 മുസ്ലിങ്ങളാണ്. അപ്പോൾ എൻ്റെ ജീവിതം മുസ്ലിം കുടുംബങ്ങളുമായിട്ടാണ് കൂടുതൽ ബന്ധം. എൻ്റെ ബാല്യം മുതൽ കിട്ടി എനിക്കൊരു ഗുണം കിട്ടി. എൻ്റെ മനസ്സിൽ തോന്നി ഈ ഉച്ചനീചത്വങ്ങൾ, തൊട്ടുകൂടായ്മ, ഇതിനൊന്നും ഒരു വിലയും എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കള്ള് ഷാപ്പ്, വട്ടക്കട, കോൺട്രാക്റ്റൊക്കെ ആയിരുന്നു അപ്പം. അതുകൊണ്ട് എപ്പോഴും ജോലിക്കാരും ആളുകളൊക്കെ ഉണ്ട്. വീട്ടിൽ അടുക്കളയ്ക്കകത്തൊക്കെ ജോലിക്കാരുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നു എൻ്റെ വീട്ടിൽ അടുക്കള ഉണ്ടായിരുന്ന ജാനകിയും രുക്മിണി അമ്മയാണ്. അങ്ങനെ അതുകൊണ്ട് എൻ്റെ മനസ്സിലേക്കൊരു മതം പരമായ ഒരു ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അത് ചെറുപ്പത്തിൽ ഞാൻ അങ്ങനെ വന്നുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എല്ലാവരും പറയും ഞാൻ എൻ്റെ മുസ്ലിം പ്രീണനം കൂടുതലാണെന്ന് പറയാറുണ്ട്. സത്യത്തിൽ അങ്ങനെയല്ല. ഞാൻ മുസ്ലിങ്ങൾ അവരുമായിട്ടാണ് കൂടുതൽ ബന്ധം. ജനിച്ചു വളർന്ന പ്രത്യേകിച്ച് എൻ്റെ വീടിനടുത്തുണ്ടായിരുന്ന ഒരു വില്ലേജ് ഓഫീസ് ഉണ്ടായിരുന്നു. ഉണ്ട്. ഞാൻ താമസിക്കുന്ന വീടിനടുത്ത് ഞാൻ ജനിക്കുന്ന ആ ചെറുപ്പ കാലഘട്ടത്തിൽ ആകെയുള്ളൊരു ക്രിസ്ത്യൻ കുടുംബം എന്ന് പറയുന്നത് കൊട്ടുകാപ്പുള്ളിലെ കുടുംബമാണ്. ബാക്കി മുഴുവൻ മുസ്ലിം കുടുംബങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ കൊച്ചായിരുന്ന കാലത്തും നേരത്തെ ഇപ്പോൾ വെള്ളാത്തോട്ടത്തിൽ അത്തപ്പൻ എന്ന് പറയും, ചീഫ് എഞ്ചിനീയർ പെൻഷൻ ഭരിക്കുക, അവിടെ പോയിരിക്കും. അല്ലെങ്കിൽ അവിടുത്തെ പുത്തമ്പറമ്പിലെ ഉമ്മായുണ്ട്, അയൻഖാൻ എന്നാണ് വിളിക്കുന്നത്, അയൻ്റെ വീട്ടിലിരിക്കും. അവിടെ മൂത്ത ബഷീറുണ്ട്, ബഷീറിൻ്റെ ഭാര്യയുണ്ട് ലൈല, അതിൻ്റെ അനിയൻ ജലാൽ, ആ വീട്ടിലെ മുസ്ലിം പെൺകുട്ടികൾ, ഇതൊക്കെയായിട്ട് അത്ര ബന്ധങ്ങളായിരുന്നു. അപ്പോൾ ഒരിക്കലും ഒരു മതപരമായ ഒരു വേർതിരിവ് എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല. എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെ ഒരു ജീവിതം കിട്ടിയത് കൊണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് വലിയ സംതൃപ്തിയുണ്ട്. എങ്ങനെയാണ് സാർ, ഒരു വികൃതി കുട്ടനായിരുന്നു അതോ അടി തല്ല്? ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ ഒളിച്ചൊന്നും വെക്കുന്നില്ല. കാരണം ഞാൻ പഠിക്കുന്ന കാലത്ത് വഴക്കുണ്ടാക്കാൻ വിദഗ്ധനായിരുന്നു. വഴക്കുണ്ടാക്കുമായിരുന്നു. പെട്ടെന്ന് ദേഷ്യം വരും? പെട്ടെന്ന് ദേഷ്യമില്ല, അടി ഇടിയൊക്കെ കൊടുക്കുമായിരുന്നു. എന്തിനായിരുന്നു പൊതുവേ അടി ഉണ്ടാക്കാറ് സാറിന്? അതായത് പന്തുകളിക്കോട്ടിലൊക്കെ ഇപ്പം ഞാൻ അടിച്ച് റൈറ്റാന്ന് ഞാൻ റൈറ്റ് ആകണം, എനിക്ക് നിർബന്ധമാണ്. അങ്ങനെ നിർബന്ധ ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഓർക്കുന്നൊരു ഭാസ്കരൻ, ഒരു ആശാരിപ്പണിക്കാരനാണ്. എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത്. ആരെ ഇടിക്കാൻ കഴിയില്ല അവൻ്റെ 2 ഇടി കൊടുക്കുമായിരുന്നു. ഈ അടുത്ത കാലത്താണ് മരിച്ചത്. എൻ്റെ ഏറ്റവും വലിയ കളിക്കൂട്ടുകാരനായിരുന്നു. പിന്നെ ചെറുപ്പത്തിൽ ഈ ആന പ്രേമം കൂടുതലായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടാൻ്റെ ജ്യേഷ്ഠനുണ്ട്, അച്ചൻകുഞ്ഞെന്ന് പറയും. അദ്ദേഹത്തിന് ഭീമൻ, പാലാട്ട് കോമൻ, ആന വളർത്തുവാനും പടിയിലൊക്കെ അഭിനയിച്ചിരിക്കുന്ന ഭീമൻ എന്ന് പറയുന്ന ആന നമ്മുടെ ഈ പേരപ്പറ്റാണ് ഇച്ചാൻ്റെ ജ്യേഷ്ഠൻ്റെ. അപ്പോൾ ആന ഇങ്ങനെ നമ്മുടെ വീട്ടിലായിരുന്നു. അത് ഞാൻ കൊണ്ടു കിടക്കുകയായിരുന്നു എൻ്റെ ജോലി. അതിൻ്റെ പുറത്ത് കയറി കിടക്കുക, അതുകൊണ്ട് വേട്ടക്കൂടെല്ലാം പോകുമായിരുന്നു ഞാൻ. അങ്ങനെ അത് ആനക്കാരൊന്നും വേണ്ട, തന്നെ കൊണ്ടു നടക്കുമായിരുന്നു. അങ്ങനെ പിന്നെ എപ്പോഴും ഒരു 10-30 കൂട്ടുകാരായി. ഒരു 10-15 വയസ്സായപ്പോഴത്തേക്കിനും കൂട്ടുകാരും 10-30 പേരായി. ആറ്റിച്ചാട്ടം, ബഹളം. പഠിക്കാൻ ഞാൻ മിടുക്കനായിരുന്നു. അതാ രസം. അതായത് SLCക്ക് എനിക്ക് കിട്ടിയ മാർക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയില്ല, പക്ഷേ ഹിന്ദിക്ക് ആ സ്കൂളിൽ ഏറ്റവും വലിയ മാർക്കായിരുന്നു. അങ്ങനെ ഉണ്ട്. നല്ലവണ്ണം പഠിക്കുമായിരുന്നു. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ ഈ രാഷ്ട്രീയം കൊണ്ട് നടന്ന് നശിപ്പിച്ചു എന്നുള്ളതാണ്. ഞാൻ എറണാകുളത്ത് പഠിക്കാൻ തേവരക്കുളയിൽ പോകുന്നതിന് മുമ്പ് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ കേരള കോൺഗ്രസ് മനസ്സുണ്ട്. കാരണം KN ജോർജ് സാറ് ഞങ്ങളുടെ MLA ആയിരുന്നു. എൻ്റെ വീട് തൊട്ടി ചേർന്ന് മറ്റൊരു ഇച്ചായൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലാണ് ഇലക്ഷൻ കാലത്ത് വന്ന് താമസിക്കും. പിന്നെ അത് കഴിഞ്ഞ് പുള്ളി പോകും.
അപ്പോൾ രാവിലെ പുള്ളിക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത് ഞാൻ പറയുന്നത് ജോസഫും അവരെ കൂടാണ്. പങ്കാശൻ ഉണ്ട്, പങ്കാശൻ പിള്ള അവരുമുണ്ട്. അപ്പോൾ ഞാൻ ആ കൂട്ടത്തിൽ പോകുമായിരുന്നു. ജോറി സാർ ഇങ്ങനെ വലിയ തടിമാടനായിരുന്നു. ആ പുള്ളി ഡ്രസ്സ് മാറുന്നത് ഇങ്ങനെ നോക്കി വർത്താമ്പിൽ നിൽക്കും. ഇങ്ങനെ ഒരു സ്നേഹം ഉണ്ടായിരുന്നു. അപ്പം ജോറി സാർ എന്ന പേരിലാണ് കേരള കോൺഗ്രസ് ബന്ധം എനിക്കുണ്ടായത്. അത് എറണാകുളത്ത് ചെന്നപ്പോൾ ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസ് സ്ട്രോങ് ആയി, KIC അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വന്നു. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും രാഷ്ട്രീയത്തിൽ വരേണ്ട ആളല്ല. ഇപ്പോഴത് തോന്നാറുണ്ടോ ഒരു എന്തെങ്കിലും ഒരു കുറ്റബോധം രാഷ്ട്രീയത്തിൽ വരണ്ടായിരുന്നു? ഞാൻ കുറ്റബോധമല്ല, വന്നത് നന്നായി എന്ന് എപ്പോഴും പറഞ്ഞത്. കാരണം ആരൊക്കെ എന്തും ചീത്ത വിളിക്കട്ടെന്ന്, ആര് ചീത്ത വിളിച്ചാലും ആര് ചെറുതാക്കിയാലും ആര് നശിപ്പിക്കാൻ നോക്കിയാലും ഈ സാമൂഹ്യ മേഖലയിൽ വരുത്തേണ്ട മാറ്റങ്ങളെപ്പറ്റിയും പ്രത്യേകിച്ച് പാവപ്പെട്ട SC ST വിഭാഗങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങൾ, അവർക്ക് വേണ്ടിയൊക്കെ ന്യൂനപക്ഷങ്ങൾ, അവർക്കൊക്കെ വേണ്ടി സംസാരിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. ആരെതിർത്ത് ഇപ്പോൾ എതിർക്കുന്നത് പാർട്ടി എതിർത്തിട്ട് പോടാന്ന് പറഞ്ഞ് എൻ്റെ സൗകര്യം.